ഹലോ ഗായ്സ്, എന്തെല്ലാം വിശേഷം? സുഖമല്ലേ? ഇന്ന് രാവിലെ തന്നെ മാറ്റി റെഡി ആയിട്ട് ഞാൻ പുറത്ത് പോകാൻ നിൽക്കുക കേട്ടോ. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് നന്നൊരു ഡേ വ്ളോഗ് ചെയ്താലോ എന്നൊക്കെ വിചാരിച്ചു. ഇന്നത്തെ ഒരു ഫുൾ ഡേ വ്ളോഗായിട്ട് ചെയ്താലോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. ഫുൾ വീഡിയോ ആയിട്ട് യൂട്യൂബിലിടാം എന്ന് വിചാരിച്ച് ചെയ്തതാണ്. അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേൽക്കുന്ന സമയം എപ്പോഴും വെച്ചാൽ നേരത്തെ എഴുന്നേറ്റ് സുബിയൊക്കെ സ്കേരിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെയും കിടന്നു. കാരണം രാത്രി ഉറക്കം കുറവായതുകൊണ്ട് പിന്നെയും കിടന്നു. അതിന് ശേഷം ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ 10:30-ക്ക് ശേഷം കേട്ടോ ഞാൻ എഴുന്നേൽക്കുന്നത്. എഴുന്നേറ്റ് അസിന് ഒരു ഓംലേറ്റ് ചായയൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ അവനോട് പറഞ്ഞു, ഇന്ന് ഞാൻ പുറത്ത് പോയിട്ട് സാധനം വാങ്ങിച്ചിട്ട് വരാം, നിങ്ങൾ കുട്ടീനെ നോക്കിക്കോളി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. താഴെ ഓട്ടോക്കാരൻ വന്നു. മൂപ്പരെ കൂടെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ മോള് കരയോ എന്നൊക്കെയുള്ള ടെൻഷനൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ഇതുപോലെ ഇതിന് മുന്നേയും ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. എന്നാലും വേഗം പോയിട്ട് വരണം എന്നുള്ള ചിന്തയിൽ വേഗം പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം ഒന്ന് ഉൾപ്പെടുത്തണം വ്ളോഗിൽ എന്നും വിചാരിച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സൂപ്പർ മാർക്കറ്റിലെത്തി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കാണാനുണ്ട്. അപ്പോൾ എന്തൊക്കെയോ മറക്കും ചിലപ്പോൾ വാങ്ങാനൊക്കെ. എന്നാലും ആവശ്യമുള്ളതൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഞാൻ കൂട്ടി വെക്കുന്ന കാര്യങ്ങളാണ്. അല്ലാതെ ഞാൻ കുറിപ്പ് ചെയ്ത് വെക്കുക അങ്ങനത്തെ ശീലങ്ങളൊന്നും എനിക്കില്ല കേട്ടോ. എന്നിട്ട് ഞാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെയും കുറേ സാധനങ്ങൾ എനിക്ക് വാങ്ങിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും പറ്റിയില്ല. ഞാനെന്താ വെച്ചാൽ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരാം എന്ന് വിചാരിച്ചു. അങ്ങനെ വേഗം വീട്ടിലെത്തിയപ്പോൾ മോള് ഭയങ്കര കുറുമ്പായിട്ടുണ്ട്. അവളെ കുളിപ്പിച്ച് റെഡിയാക്കി അവളെ ഉറക്കി. അവൾ വേഗം ഉറങ്ങിയിരുന്നു കേട്ടോ. അത് ഉറങ്ങിയതിന് ശേഷമാണ് ഞാൻ കിച്ചണിലേക്ക് കയറിയത്. കിച്ചണിലേക്ക് വന്നപ്പോൾ അത്യാവശ്യം പണിയുണ്ട്. ഉച്ചത്തേക്കുള്ള ലഞ്ച് റെഡിയാക്കാനുണ്ട്, ഒക്കെ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, അതൊക്കെ കഴുകി ഞാൻ വൃത്തിയാക്കി വെച്ചു. അതിനുശേഷം ഉച്ചയ്ക്ക് ലഞ്ചിനുള്ള പ്രിപ്പറേഷനൊക്കെ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ തീരുമാനിച്ചപ്പോൾ കോളിഫ്ലവർ കൊണ്ട് ഉണ്ടാക്കുന്നൊരു ബിരിയാണി ഉണ്ടായിരുന്നു, ഒരു ചിക്കൻ ബിരിയാണി. അപ്പോൾ ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ കഴിക്കാൻ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഉച്ചയ്ക്ക് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ ഫുഡ്. വൈകുന്നേരം വേറെ എന്തെങ്കിലും സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കുക എന്നുള്ള പ്ലാനിങ്ങിലാണ്. അങ്ങനെ കോളിഫ്ലവർ വെട്ടി ക്ലീനാക്കി ഞാൻ എന്ത് ചെയ്തു, പാത്രത്തിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ട് തിളപ്പിക്കും. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് അത് ഞാൻ വാർത്തെടുക്കുകയാണ് ചെയ്യാറ് കേട്ടോ. എന്നിട്ട് നമ്മളത് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യാറ്. ക്രഷ് ചെയ്തെടുത്തിട്ട് അതുകൊണ്ടാണ് ഞാൻ ബിരിയാണി വെക്കാറ്. സാധാരണ ഞാൻ അങ്ങനെ ഉണ്ടാക്കില്ല, ഞാൻ ചോറ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കേട്ടോ. പക്ഷേ എനിക്ക് തോന്നിയിട്ടുണ്ട് നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ കഴിക്കാൻ. അതുകൊണ്ടാണ് നമ്മൾ പിന്നെയും ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം ഞാൻ 2 പാക്കറ്റ് കുരുമുളക് ഇങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എന്ത് ചെയ്തു, ക്രഷ് ചെയ്യില്ല, ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ട് ബോട്ടിലാക്കി ഞാൻ വെച്ചു. മിക്സിയിൽ പൊടിച്ചെടുത്തുകൊണ്ട് ബോട്ടിലാക്കി വെച്ചു. പിന്നെ ബിരിയാണിക്ക് ആവശ്യമുള്ള ഉള്ളി, തക്കാളി, പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചു. എന്നിട്ട് ചിക്കൻ വാഷ് ചെയ്യാൻ വേണ്ടി ചിക്കനും എടുത്തു. ചിക്കൻ നന്നായിട്ട് വാഷ് ചെയ്തു. അതിൽ പകുതി ചിക്കൻ ഫ്രിഡ്ജിലേക്ക് തന്നെ മാറ്റി. ഞങ്ങൾ 2 പേരെ കഴിക്കാനുള്ളൂ. അപ്പോൾ ആവശ്യമായിട്ടുള്ള ചിക്കനെ എടുത്തിട്ട് ഞാൻ മസാല കൂട്ടി. ഞാൻ ഒരുപാട് മസാലകളും സാധനങ്ങളും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതൊന്നും ചേർത്തല്ല കേട്ടോ ഞാൻ മാഗ്നേറ്റ് ചെയ്യൽ. ഞാൻ സിമ്പിളായിട്ട് കുറച്ച് ചിക്കൻ മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് വിനീഗറും ചേർത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ മസാല ആക്കി വെക്കും. എന്നിട്ട് ഞാൻ ചട്ടി വെച്ചു. കാരണം കുറേ സമയമില്ല, ഒരുപാട് സമയം കഴിക്കണം ഞാൻ സാധനം വാങ്ങിയൊക്കെ വന്നപ്പോൾ. അപ്പോൾ കഴിക്കാൻ ലേറ്റ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം ചട്ടി വെച്ചു. ചിക്കൻ പൊരിക്കാൻ വെച്ചു. എന്നാൽ എനിക്ക് മറ്റേ ചട്ടി വെച്ചിട്ട് എന്താ പറയുക, അതിലേക്കുള്ള പ്രിപ്പറേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചിക്കൻ വറുക്കായിട്ട് കണ്ട് ഞാൻ പാന് വെച്ച് അടുപ്പത്ത് വെച്ച് ഉള്ളി, ഗരം മസാലയൊക്കെ ഇട്ട് ഗീയൊക്കെ ഒഴിച്ചിട്ട് ഞാൻ ബിരിയാണീൻ്റെ പ്രിപ്പറേഷനും ഒരു ഭാഗത്ത് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബിരിയാണീൻ്റെ പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് ബിരിയാണി സെറ്റാക്കി ഞാൻ വെച്ച്. അതിനുശേഷം കുറേ പാത്രങ്ങൾ, നമ്മളിതൊക്കെ കുക്ക് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള കുറേ പാത്രങ്ങൾ നിരന്ന് കിടക്കുന്നുണ്ട്. ആ നിരന്ന് കിടക്കുന്ന പാത്രങ്ങൾ മൊത്തം ഞാൻ ക്ലീനാക്കി എടുത്ത് കിച്ചണൊന്ന് വൃത്തിയാക്കിയിടണം കേട്ടോ കഴിക്കുന്നതിൻ്റെ മുന്നേ. എന്നിട്ട് കിച്ചൺ ഫുള്ള് ക്ലീനാക്കി വൃത്തിയാക്കിയതിന് ശേഷം നിസ്കരിക്കാൻ വേണ്ടി 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുറേ ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം പോയി കണ്ട് ലോഹർ നിസ്കരിച്ചിട്ട് വന്ന് അതിന് ശേഷം ഞങ്ങളിങ്ങനെ അച്ചാറും തൈരും ഇതാണ് ബിരിയാണിയൊക്കെ വെച്ച് കഴിച്ചു. അപ്പോൾ ഇന്നലത്തെ ബോട്ടി ഉണ്ടായിരുന്നു, ബോട്ടി ഫ്രൈ ചെയ്ത്. അപ്പോൾ അവൻ പറഞ്ഞു അത് ചൂടാക്കിയിട്ട് എടുക്കുക, ടേസ്റ്റ് ചെയ്യിക്കാരെന്ന് പറഞ്ഞു. അങ്ങനെ അതും കൂട്ടി അതും എടുത്തിട്ടു. പക്ഷെ അതങ്ങനെ കഴിച്ചൊന്നുമില്ല കേട്ടോ. പിന്നെ അതിനുശേഷം വൈകുന്നേരമായപ്പോൾ ഞാനിങ്ങനെ ഇളനീർ പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് രാത്രിയായി സിപ്പപ്പും ഐസൊക്കെ ഇങ്ങനെ കഴിക്കുന്ന രുചിയിലുള്ളതുകൊണ്ട് അതൊഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ.
അതൊക്കെ കഴിച്ച് അത് ഒരു ബൗളെടുത്ത് പേരിന് ആദ്യം, പിന്നെ ഒരു ബൗളിലൊന്നും നിന്നില്ല. ഉണ്ടാക്കിയത് മൊത്തം കഴിയുന്നവരെ രാത്രി വരെ ഒരേ കഴിപ്പായിരുന്നു. പിന്നെ അതിനുശേഷം ഒരു ഫിലിമൊക്കെ കണ്ട് കുറച്ച് നേരം ഇരുന്ന് ഫിലിമൊക്കെ കണ്ട് പിന്നെ അതിനിടയിൽ നിസ്കാരവും ഓത്തും കാര്യങ്ങളൊക്കെ അതൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം കുളിയൊക്കെ കഴിഞ്ഞു. ഇത്രയുള്ള ഇന്നത്തെ ദിവസം കേട്ടോ. ബായ്.